നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നടി ഐശ്വര്യ ലക്ഷ്മിയുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ആലപ്പി അഷ്റഫ് പങ്കുവച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഡോക്ടർ കരിയർ ഉപേക്ഷിച്ച് സിനിമയിലെത്തിയ താരം കൂടിയാണ് ഐശ്വര്യ. മാതാപിതാക്കളുടെ മോഹങ്ങളെയും പ്രതീക്ഷകളെയും അപ്പാടെ തകർത്തെറിഞ്ഞുകൊണ്ട് മകൾ അഭിനയ രംഗത്തേക്ക് കടന്നുവന്നത് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള വേദനയായിരുന്നുവെന്നും ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട്. ഒരു സമയത്ത് വിവാഹം വേണ്ട എന്ന് വെച്ച താരം ഇപ്പോൾ ആ തീരുമാനം മാറ്റിയെന്നും നടി ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ാണെന്നും സംവിധായകൻ വെളിപ്പെടുത്തുന്നുണ്ട്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ആലപ്പി അഷ്റഫിന്റെ തുറന്നു പറച്ചിൽ. ഐശ്വര്യ ലക്ഷ്മി മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക് മുതലായ ഭാഷകളും പ്രശസ്തിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിവിധ വീക്ഷണങ്ങളെക്കുറിച്ചുള്ള വാദഗതികളും പലതരത്തിലുള്ള അവിടെ അവതരിപ്പിക്കുന്ന സാധനങ്ങളും സോഷ്യൽ മീഡിയകളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. തമിഴ് ചാനലുകളിൽ ഐശ്വര്യ ലക്ഷ്മി കൊടുക്കുന്ന ഓരോ അഭിമുഖങ്ങളും അടിയിൽ വരുന്ന കമന്റുകൾ 99% അവർക്ക് അഭിനന്ദനങ്ങളും ബഹുമാനവും നൽകിക്കൊണ്ട് തന്നെയാണ്. അവരെ പുകഴ്ത്തുന്ന രീതിയിലാണ് കമന്റുകൾ വരാറുള്ളത്. അതിൽ വലിയൊരു വിഭാഗം ആൾക്കാരുടെയും അഭിപ്രായം അവരൊരു ജീനിയസ് ആണെന്ന് എന്നതിലാണ്. എന്നാൽ മലയാള സോഷ്യൽ മീഡിയയിൽ ഉടനീളം അവരെ കുറ്റം പറഞ്ഞ് വിമർശനങ്ങളും കൊണ്ടുള്ള വേദനിപ്പിക്കുന്ന കമന്റുകളാണ് കൂടുതലും. ഗവൺമെന്റ് ജോലിക്കാരായ മാതാപിതാക്കളുടെ ഏക മകളാണ് ഐശ്വര്യ ലക്ഷ്മി എന്ന ഈ തിരുവനന്തപുരംകാരി. പഠിക്കുവാൻ മിടുക്കിയായതുകൊണ്ട് തന്നെ തങ്ങളുടെ മകളെ ഒരു ഡോക്ടറായി കാണുവാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. തന്നെയുമല്ല, ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ച് കുടുംബവും കുട്ടികളുമായി ഒക്കെയായി ജീവിക്കുന്നത് കാണുവാനും അവർ ഒത്തിരി മോഹിച്ചിരുന്നു. എന്നാൽ MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന ഐശ്വര്യ ലക്ഷ്മി അപ്പോൾ മോഡലിംഗിന് തിരിയുകയായിരുന്നു. അതിനിടയിലാണ് അവർ സിനിമയിലേക്കും കടന്നു വരുന്നത്. മാതാപിതാക്കളുടെ മോഹങ്ങളെയും പ്രതീക്ഷകളെയും അപ്പാടെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് മകൾ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. അവർക്കത് താങ്ങാവുന്നതിലും അപ്പുറമുള്ള കാര്യമായിരുന്നു. ഐശ്വര്യയുടെ ആദ്യ ചിത്രമായ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ചിത്രമായ മായാനദിയിലൂടെ ഐശ്വര്യ ലക്ഷ്മി ഏറെ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. ലൈംഗികത കൈകാര്യം ചെയ്ത രീതിക്ക് ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ ചിത്രം കൂടിയാണ് ഇത്. ഇതിൽ ടൊവിനോയും ഐശ്വര്യയും തമ്മിൽ ഒരു ഇന്റിമേറ്റ് സീൻ ഉണ്ടായിരുന്നു. വളരെ ഇഴുകിച്ചേർന്നുള്ള ലിപ് ലോഗ് ഉൾപ്പെടെയുള്ള ഒരു രംഗമായിരുന്നു അത്. ഐശ്വര്യ പറയുന്നത് ഈ രംഗം കണ്ട തന്റെ മാതാപിതാക്കൾ ഏറെ നാള് തന്നോട് മിണ്ടാതിരുന്നു എന്നതാണ്. തന്നെയുമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുമധ്യത്തിൽ ചർച്ചയായപ്പോൾ തന്റെ മാതാപിതാക്കൾ ഏറെ ഭയന്നിരുന്നു എന്നും ഐശ്വര്യ ലക്ഷ്മി തന്നെ പറയുകയുണ്ടായിരുന്നു. അവരുടെ അടുത്ത ഒരു ബന്ധു എന്നോട് പറയുകയുണ്ടായി, മകളുടെ കല്യാണത്തിന് ആവശ്യമായ മാതാപിതാക്കൾ 1 കിലോ സ്വർണം ഉൾപ്പെടെ എല്ലാം അവൾക്കായി കരുതിയിരുന്നു എന്ന്. ഇന്ന് നിരവധി കോടികൾ ഐശ്വര്യ സിനിമയിൽ നിന്നും സമ്പാദിക്കുന്നുണ്ടെങ്കിലും ഒരു ചില്ലി കാശ് പോലും ആ മാതാപിതാക്കൾ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മകളിൽ നിന്നും കൈപ്പറ്റുന്നില്ല. ഐശ്വര്യ പറയുന്ന തന്റെ ആഗ്രഹം കൊണ്ട് അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിക്കൊടുത്തത് പോലും അമ്മ നിരസിച്ചു എന്നതായിരുന്നു. മകൾ എത്രത്തോളം സിനിമയെ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ ആ മാതാപിതാക്കൾ തങ്ങളുടെ സ്വപ്നം തകർത്തെറിഞ്ഞ സിനിമയെ വെറുക്കുകയാണ് എന്നത് വേണം നമ്മൾ കരുതുവാൻ. 71 വയസ്സ് പിന്നിട്ട പിതാവിനും 66 വയസ്സ് പിന്നിട്ട മാതാവിനും ഇനി തിരുത്തി ചിന്തിക്കുക എന്നത് അസാധ്യമാണെന്നും ഐശ്വര്യ പറയുന്നുണ്ട്. പുതുതലമുറയിലെ മാറ്റത്തിന്റെ പ്രതീകമാണ് ഐശ്വര്യ. ആ മാറ്റം ഉൾക്കൊള്ളുവാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്നതാണ് കാരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം വിവാഹ ജീവിതത്തോട് താല്പര്യം ഇല്ല എന്ന് നടി ഐശ്വര്യ ലക്ഷ്മി മുൻപ് തുറന്നു പറഞ്ഞിരുന്ന കാര്യമാണ്. മുൻപ് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇത്. തനിക്ക് ചുറ്റുമുള്ള വിവാഹിതരിൽ പലരും സന്തോഷവാന്മാരല്ല, പലപ്പോഴും സഹിച്ചു ജീവിക്കുകയാണ് എന്നാണ് താരം ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ നടി തന്റെ നിലപാട് തിരുത്തിയിരിക്കുകയാണ് എന്ന് പറയുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. ജീവിതത്തിലെ സമ്മർദ്ദത്തിൽ നിന്നും രക്ഷ നേടുവാൻ അവർ തെറാപ്പി എടുക്കുന്നതിനെ കുറിച്ചും സംവിധായകൻ സംസാരിക്കുന്നുണ്ട്. ഐശ്വര്യ പറയുന്നു, പുരുഷന്മാരായാലും സ്ത്രീകളായാലും മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായി ജീവിക്കുന്നതിന്റെ സമ്മർദ്ദങ്ങളെക്കുറിച്ച് അപൂർവമായി സംസാരിക്കാറേയുള്ളൂ. ഇത്തരം സമ്മർദ്ദങ്ങൾ മൂലമാകാം ഐശ്വര്യയ്ക്ക് തന്റെ വീട്ടുകാരോട് പലപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിക്കേറി വരാറുള്ളത്. ബാല്യകാലത്തിൽ അവരെ എഫക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കൗമാരത്തിലെ ചില റിലേഷൻഷിപ്പുകൾ, ഇവയെല്ലാം തന്നെ കെട്ടിപ്പണഞ്ഞു കിടക്കുകയാകും അവരുടെ മനസ്സിൽ. ഒരുപക്ഷെ അതുകൊണ്ടാവും വെളിയിൽ നല്ല രീതിയിൽ പെരുമാറുകയും വീട്ടിലെത്തിയാൽ മാതാപിതാക്കളോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നത്. എന്താണ് ഇത് ഇങ്ങനെയെന്ന് സ്വയം വിലയിരുത്തിയപ്പോഴാണ് ഇതിനെ പരിഹാരം കാണുവാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഒരു തെറാപ്പിസ്റ്റിനെ സമീപിച്ച് തന്റെ ആകുലതകൾ അറിയിക്കുകയും തെറാപ്പി ആരംഭിക്കുകയും ചെയ്തത്. ഐശ്വര്യയുടെ വ്യക്തിത്വം, ആശയക്കുഴപ്പങ്ങളും ആഘാതങ്ങളും, ബന്ധങ്ങൾ, മാതാപിതാക്കൾക്കുള്ള പോരാട്ടങ്ങളെക്കുറിച്ചും ഉറച്ച തീരുമാനവും തെറ്റിദ്ധാരണകളും ഇവയെല്ലാം കൂടി കടന്നുപോകുന്ന ഒരു ചികിത്സാ രീതിയുമായിരുന്നു തെറാപ്പി. ഇക്കാര്യങ്ങളെല്ലാം ഒരു തെറാപ്പിസ്റ്റിന്റെ മുമ്പിൽ തുറന്നു പറയുവാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിലെ
നമ്മുടെ മനസ്സിലെ വികലമായ ചിന്തകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും നമ്മുടെ അലട്ടുന്ന പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകൂ എന്നാണ് അവർ പറയുന്നത്. തന്റെ വീട്ടുകാരെ പോലും അറിയിക്കാതെയാണ് തെറാപ്പി ചികിത്സ നടത്തിയിരുന്നത്. ഐശ്വര്യയ്ക്ക് തന്നെക്കുറിച്ചുള്ള ആത്മവിശ്വാസവും അവരുടെ ചിന്തകളിലെ വ്യക്തതക്കുറവുമാണ് സ്വയം മനഃശുദ്ധീകരണം എന്ന രീതിയിലേക്ക് എത്തിച്ചേരുവാൻ കാരണമായത്. എന്തായാലും ഈ തെറാപ്പി കൊണ്ട് ഐശ്വര്യയ്ക്ക് വളരെ മാറ്റവും ഗുണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഐശ്വര്യ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തിയായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ച് തീരുമാനം എടുക്കുവാനും ഏതൊരു സിറ്റുവേഷനെയും ക്വയറ്റ് ആയി ഓവർകം ചെയ്യുവാനും ഇപ്പോൾ കഴിയുന്നുണ്ട് എന്നാണ് ഐശ്വര്യ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, എന്തായാലും ഈ തെറാപ്പി കൊണ്ട് മാതാപിതാക്കൾക്കും സന്തോഷമുള്ള മറ്റൊരു വഴി തെളിയുന്നുണ്ട് എന്നതാണ്. താൻ കല്യാണം കഴിക്കില്ല, ഭർത്താവും കുട്ടികളും കുടുംബവും എന്ന സങ്കല്പം തന്റെ ചിന്തയിൽ ഇല്ല എന്ന് പറഞ്ഞ ഐശ്വര്യ മനസ്സ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. താൻ കല്യാണം കഴിക്കുമെന്നും തനിക്കൊരു കുട്ടി വേണമെന്നുമുള്ള ആഗ്രഹം ഇപ്പോൾ അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഒരു കുടുംബ ജീവിതത്തിനുപരി തനിക്കൊരു അമ്മയാകണം എന്ന ആഗ്രഹമാണ് ഈ മനംമാറ്റത്തിന് കാരണം. കുട്ടിയെ ദത്തെടുക്കുവാൻ ആഗ്രഹമില്ല, താൻ പ്രസവിക്കുന്ന കുട്ടി തന്നെയാകണം തന്നെ അമ്മ എന്ന് വിളിക്കേണ്ടത് എന്നാണ് ഐശ്വര്യ പറയുന്നത്. ഐശ്വര്യലക്ഷ്മിക്ക് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ആളിന്റെ പേരും മറ്റു വിവരങ്ങളും ഒന്നും തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. താൻ ഒരു ചിത്രത്തിൽ ഒരു കുട്ടിയുടെ അമ്മയായി അഭിനയിച്ചതിലൂടെയാണ് തനിക്കും ഒരു അമ്മയാകണമെന്ന ആഗ്രഹം ഉടലെടുത്തത്. ആ കുട്ടിയുമായുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ അഭിനയിക്കുകയായിരുന്നുവെങ്കിലും അത് യാഥാർത്ഥ്യത്തിൽ ആകണമെന്ന് കുതിച്ചിരുന്നു. ഐശ്വര്യലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ നിന്നും അക്കൗണ്ട് ക്ലോസ് ചെയ്തു പോയത് വലിയ വാർത്തയായി തീർന്നിരുന്നു. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി മോശമാക്കുന്ന ഇടമാണ് സോഷ്യൽ മീഡിയ എന്നാണ് അവർ പറയുന്നത്. സോഷ്യൽ മീഡിയയ്ക്ക് ഞാൻ പറ്റില്ല എന്നാണ്, ഒരു പ്രൈവറ്റ് പേഴ്സൺ ആണ് ഞാനെന്നും അവർ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടും കേട്ടും അതിലൂടെ എനിക്ക് അവസരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഞാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങുന്നത് എന്റെ പടത്തിന് ഗുണം ചെയ്യുമെന്നും അതിലൂടെ എനിക്ക് പ്രൊമോഷൻ ലഭിക്കുമെന്നും കരുതിയാണ്. എന്നാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അതെന്നെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്നൊക്കെ പിന്മാറിയത് എന്നുമായിരുന്നു താരം പറഞ്ഞത്. എന്തൊക്കെയായാലും ഐശ്വര്യലക്ഷ്മി ഇപ്പോൾ തമിഴ്, തെലുങ്ക് സിനിമകളിലെ മിന്നും താരമാണ്. തമിഴ് ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും അവരിപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. തമിഴിൽ അവർക്ക് ആരാധകർ ഏറെയാണ്. ഒരു മലയാളിയായ പെൺകുട്ടി ഉയരങ്ങളിലേക്ക് പറന്നുയരുമ്പോൾ അവരെ പ്രോത്സാഹനം നൽകിയില്ലെങ്കിലും അവരുടെ ചിറകുകൾ വെട്ടിവീഴ്ത്താതെ എങ്കിലും ഇരിക്കാമല്ലോ. ഐശ്വര്യലക്ഷ്മിക്ക് ഇനിയും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നിറയട്ടെ എന്നും കൂടുതൽ അവസരങ്ങൾ താങ്കളെ തേടി എത്തട്ടെ എന്നും ആശംസിക്കുന്നു എന്നുമായിരുന്നു ആലപ്പി അഷ്റഫ് പറഞ്ഞത്.